തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായ വിധം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസം ജൂൺ മാസം, അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ച നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാളാണ്. കർത്താവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി എത്രമാത്രം ഉദാത്തവും സുന്ദരവുമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛന്. മർഗരീത്ത മേരിക്ക് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് ഈശോ കൊടുത്ത വാഗ്ദാനങ്ങൾ സർവ്വലോകത്തോടും വിളിച്ചു പറയാൻ ഈശോ അവളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മെ വല്ലാണ്ട് ആശ്വസിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും വഴി നടത്തുന്നതും വിശുദ്ധീകരിക്കുന്നതും വീണ്ടെടുക്കുന്നതും ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച മത്തയോ ക്രൗളി എന്ന കർത്താവിൻ്റെ പുരോഹിതനെ നമുക്ക് ഹൃദയപൂർവ്വം അനുസ്മരിക്കാം. ലോകം മുഴുവനും കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം നെഞ്ചേറ്റി ഓടി നടന്ന് അവിടുത്തെ ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ച വന്യനായ പുരോഹിതൻ. സ്നേഹമുള്ളവരെ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ തിരുഹൃദയത്തോടുള്ള പ്രണയം, സ്നേഹം ജീവിതത്തിൻ്റെ വലിയൊരു ബലമാണ്. ഈശോ മർഗരീത്ത മേരി അലക്കോക്കിന് കൊടുത്ത 12 വാഗ്ദാനങ്ങളിൽ തിരുഹൃദയ ഭക്തിക്ക് പ്രതിഫലമെന്നോണം, തിരുഹൃദയ ഭക്തിയുടെ ഫലം എന്നോണം ഈശോ പറഞ്ഞ 12 വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളിൽ അച്ഛനെ വല്ലാണ്ട് സ്പർശിച്ചിട്ടുള്ള, ആശ്വസിപ്പിച്ചിട്ടുള്ള വാഗ്ദാനം 6ാമത്തെ വാഗ്ദാനമാണ്. ഈശോ പറയും, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ വറ്റാത്ത നീരുറവ കണ്ടെത്തും. പരിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ കണ്ണിൽ നനവ് പടരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും പുരോഹിതനും ദൈവജനത്തിനും ഒരുപോലെ പങ്കുചേരാൻ സാധിക്കുന്ന സുന്ദരമായ ഒരു കൊച്ചു പ്രാർത്ഥന. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകി കളയട്ടെ. എന്ത് സുന്ദരമാണ് ആ പ്രാർത്ഥന. ഓരോ ബലിയർപ്പണത്തിൻ്റെ വേളയിലും ആ പ്രാർത്ഥന ചൊല്ലി മുൻപിലിരിക്കുന്ന കൊച്ചു ചില്ലുപാത്രത്തിലെ ഇത്തിരി വെള്ളത്തിൽ വിരൽത്തുമ്പ് മുക്കി നനയുമ്പോൾ മനസ്സിലേക്ക് പടർന്നു കയറുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കുളിരുണ്ട്. അതേക്കുറിച്ചാണ് തിരുഹൃദയ മാസം ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത്. ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ സൗന്ദര്യം കണ്ടോ മക്കളെ? പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവ കണ്ടെത്തും. ഈശോ സിസ്റ്റർ ഫൗസ്തീനയോട് പറഞ്ഞു, കരുണയുടെ പ്രവാചകയായ വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞ മനോഹരമായൊരു വാചകമുണ്ട്. എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അവകാശം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ഏറ്റവും അവകാശമുള്ളത്. എത്രമാത്രം സുന്ദരമാണ് കർത്താവിൻ്റെ സ്നേഹം, എത്രമാത്രം ആഴവും പരപ്പുമുള്ളതാണ് അവൻ്റെ കാരുണ്യം. നമ്മളിതെന്ന് മനസ്സിലാക്കും. കുമ്പസാരക്കൂടുകളിൽ ഇരിക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയവ്യഥ മനസ്സ് തൊട്ടറിയുമ്പോൾ അവരോട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ പലപ്പോഴും അച്ഛനെ പ്രാപ്തനാക്കുന്നത് കർത്താവിൻ്റെ ഈ കാരുണ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈ ലോകത്ത് ഒരിക്കലും അങ്ങനെ ഒരു ഹൃദയത്തെ നമുക്ക് കണ്ടെത്താനാവില്ല. മാതാപിതാക്കളിലോ മക്കളിലോ കൂടപ്പിറപ്പുകളിലോ ജീവിത പങ്കാളിയിലോ കൂട്ടുകാരിലോ സഹപാഠികളിലോ സഹപ്രവർത്തകരിലോ ഒരിടത്തും ഇല്ല അങ്ങനെ ഒരു ഹൃദയം. ഞാൻ എന്തോരം നിസ്സഹായനാണോ, ഞാൻ എന്തുമാത്രം നിസ്സാരനാണോ, ഞാൻ എന്തുമാത്രം പാപിയാണോ, അനുദപിച്ച് ചെല്ലുമ്പോൾ അടുക്കി പിടിക്കാൻ
രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മനോഹരമായ ചിത്രമുണ്ടല്ലോ, അതുപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന വേറെ ഏത് ഈശ്വര സങ്കല്പമാണുള്ളത്? നമുക്കറിയാം, ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വ്യഥ എല്ലാ ഹൃദയങ്ങളിലും നിന്ന് കുടിയിറക്കപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാ ഹൃദയങ്ങളിലും നിന്ന് കുടിയിറക്കപ്പെടുന്നതിൻ്റെ വേദന പേറുന്നവന് ഓടിച്ചെല്ലാൻ ഒരു ഹൃദയമുണ്ടെന്നുള്ള ചിന്ത എത്ര വലിയ ആശ്വാസമാണ്. ആ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയാണ് അവൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്ന് യോഹന്നാൻ അനുഭവിച്ചതും ആസ്വദിച്ചതും. അന്ത്യത്താഴവേളയിൽ തൻ്റെ പ്രിയ ഗുരുവിൻ്റെ ചങ്കിൽ ചാരിക്കിടന്ന് അവന് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തിൻ്റെ മിടിപ്പൊക്കെ കേട്ട യോഹന്നാൻ സുന്ദരമായിട്ട് എഴുതി, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നുമില്ല, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു, എല്ലാവരും എന്നെ ഇട്ടേച്ചു പോയി, എല്ലാ ഹൃദയങ്ങളിലും നിന്ന് ഞാൻ കുടിയിറക്കപ്പെട്ടു, എനിക്ക് കയറിക്കിടക്കാൻ ഒരിടമില്ല എന്നൊക്കെ വ്യാകുലപ്പെടുന്നവർക്ക് ഈ ജൂൺ മാസം വല്ലാത്ത സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആത്മീയ അനുഭവത്തിൻ്റെ ജൂൺ മാസമാണ്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുമ്പിലൊന്ന് ചെന്നിരിക്കുക, അവൻ്റെ ഹൃദയത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. നിനക്ക് എപ്പോൾ ചെന്നാലും കയറിക്കിടക്കാൻ ഒരിടം അവൻ്റെ തിരുഹൃദയത്തിലുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളിൽ ഈ ലോകം മുഴുവനും നിന്നെ വേട്ടയാടുമ്പോൾ നിനക്ക് ഒളിച്ചിരിക്കാൻ ഒരിടം ആ ഹൃദയത്തിലുണ്ട്. നിനക്ക് അവൻ്റെ മുറിവുകളിൽ ഏറെ ആശ്വാസം കണ്ടെത്താനാവും. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കണം. ഒരു നല്ല കുമ്പസാരത്തിനുള്ള സാധ്യത ആ ചിന്ത തരും. കർത്താവിനെ കൂടുതൽ പ്രണയിക്കാൻ ആ ചിന്ത നമ്മളെ സഹായിക്കും. അവൻ്റെ ഹൃദയത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ, ആ സ്നേഹത്തിൽ മുങ്ങിത്താഴാൻ ആ ചിന്ത നമുക്ക് ബലം തരും. ഈശോയുടെ തിരുഹൃദയമാസം അച്ഛനെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന ചിന്ത അതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് അവൻ്റെ കരുണയ്ക്ക് ഏറ്റവും അവകാശം. പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ വറ്റാത്ത നീരുറവ കണ്ടെത്തും. ആ പാപികളിൽ ഒരാളാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഞാൻ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് അഭിമാനിക്കും. കാരണം ബലഹീനനാകുമ്പോഴാണ് ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത്. ഈശോയോട് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ബലഹീനതകളിലും പോരായ്മകളിലും നീ എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യം തരണേ. ഈ ലോകം മുഴുവനും എൻ്റെ കുറ്റങ്ങളും കുറവുകളും മാത്രം തേടി വരുമ്പോൾ, എൻ്റെ പോരായ്മകളുടെ പേരിൽ എല്ലാവരും എന്നെ അവഗണിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കാൻ എനിക്കൊരിടമുണ്ടെന്ന്, നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്തൊരു സ്ഥാനമുണ്ടെന്ന് ഒരു വലിയ ബോധ്യം നീ എന്നിൽ നിക്ഷേപിക്കണേ. അങ്ങനെ നിൻ്റെ സ്നേഹം എന്നെ വീണ്ടെടുക്കട്ടെ, നിൻ്റെ കരുണ എന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സകല നന്മകളും എല്ലാവർക്കും സ്വന്തമാവട്ടെ എന്ന് ഹൃദയപൂർവ്വം അച്ഛൻ ആശംസിക്കണു, പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.